أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 957 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 92 മുതൽ 94 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 92 മുതൽ 94 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സൂറത്തുൽ കഹ്ഫിന്റെ പഠനം നമ്മൾ പുനരാരംഭിക്കുകയാണ്. ദീർഘമായൊരു വിടവ് വന്നു പോയാൽ കാര്യങ്ങൾ വേണ്ട വിധം മറന്നു പോകാതെ ഒഴുക്കിലും ക്രമത്തിലും ഒക്കെ തുടർന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്നതുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് ഈ വേദി പുനരാരംഭിക്കുകയാണ്. ശബ്ദം വേണ്ടത്ര വ്യക്തത ആയിട്ടില്ല. പരിമിതമായിട്ട് ഉള്ള ശബ്ദമേ നിലവിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ മെച്ചപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മൾ പഠിച്ചു വന്നത് ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ്. ദുൽഖർനൈന്റെ 2 യാത്രകള് ഇതിനകം പരാമർശിക്കപ്പെടുകയുണ്ടായി. പടിഞ്ഞാറോട്ട് മഗ്രിബു ഷംസിലേക്ക് നടത്തിയ യാത്ര, കിഴക്കോട്ട് മത്ലു ഷംസിലേക്ക് നടത്തിയ യാത്ര. ഈ 2 യാത്രകളാണ് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നുള്ള മറ്റൊരു യാത്രയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ പരാമർശിക്കുന്നത്. അതിനെ തുടർന്നുള്ള ഏതാനും ആയത്തുകളിലും ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. ദുൽഖർനൈൻ നടത്തിയ 2 പടയോട്ടങ്ങൾ, യാത്ര എന്നോ പടയോട്ടം എന്നോ ക്യാമ്പയിൻ എന്നൊക്കെ പറയാവുന്ന സംഗതികളാണ്. കാരണം ദുൽഖർനൈൻ അറിയപ്പെടുന്ന അക്കാലത്തെ ഏറ്റവും ശക്തനായ, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്ന, സമൂഹങ്ങളുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വിവിധ ദിശകളിലേക്കുള്ള യാത്ര
അത് കേവലമായ യാത്രയായിരുന്നില്ല. ആ ഭൂപ്രദേശങ്ങളെ തന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുന്ന വിധത്തിലുള്ള അവരുടെ മേൽ വളരെ ശ്രദ്ധേയമായ നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തിലുള്ള യാത്ര തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പരാമർശിക്കപ്പെട്ട രണ്ട് യാത്രകളിലും ദുൽഖർനൈൻ ഒന്നാമത് മഗ്രിബു ശംസിലേക്ക്, സൂര്യാസ്തമയത്തിന്റെ ദിശയിലേക്ക് നടത്തിയ യാത്രയും മത്ലു ശംസിലേക്ക്, സൂര്യോദയത്തിന്റെ ദിശയിലേക്ക് നടത്തിയ യാത്രയും ആധുനിക കാലഘട്ടത്തിൽ ഈ രണ്ട് പ്രയോഗങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള വളരെ വിസ്മയകരമായ ചില പഠനങ്ങൾ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഇസ്ലാമിക പണ്ഡിതർക്കിടയിൽ നടന്നത് കാണാൻ സാധിക്കും. അതൊന്ന് പരാമർശിക്കുന്നത് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടും ഉചിതമായിരിക്കും എന്നുള്ള നിലക്കാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ഈ ഗോളശാസ്ത്ര പഠനം സമീപകാലത്ത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പുനരാരംഭിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള ഇസ്ലാമിക പണ്ഡിതരും പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര കൗതുകം ഉള്ള ശാസ്ത്രകുതുകികളായ ആളുകളൊക്കെ തന്നെ വിശേഷിച്ച് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തീയതിയും ദിവസവും ഒക്കെ നിർണയിക്കുന്നതിന് ശരിയായ മാനദണ്ഡം വേണം എന്ന ഒരു താല്പര്യത്തോടു കൂടി അതിനെ സമീപിക്കുന്ന ആളുകൾ അത് സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ സ്ഥലവും കാലവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഡേറ്റ് ലൈൻ എന്നൊരു പ്രതിഭാസമുണ്ട്. തീയതി മാറുന്ന അല്ലെങ്കിൽ ദിവസം മാറുന്ന അതിന് മാനദണ്ഡമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന രണ്ട് ഭൂ അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഈ മത്ലു ശംസും ഈ മഗ്രിബു ശംസും ഈ രണ്ട് പ്രയോഗങ്ങളും അതിലേക്കാണ് സൂചന നൽകുന്നത് എന്ന് ഷെയ്ഖ് അലി മണിഫാനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് വലിയ സാധ്യതയാണ്. ആ പ്രയോഗം ആ വിധത്തിലുള്ള പ്രസക്തി ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ നമുക്ക് അവരുടെ നിരീക്ഷണങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ലോകത്തെ എല്ലായിടത്തും ഒരേ സമയം രാവോ പകലോ അല്ല ആവുന്നത്. ചിലയിടങ്ങളിൽ രാവും ചിലയിടങ്ങളിൽ പകലുമാണ്. പക്ഷെ തീയതി മാറി വരുന്നതിന് ഏതാനും മണിക്കൂറുകളുടെയോ അല്ലെങ്കിൽ ഒരു വലിയ ഇടവേള, ഒരു ഗ്യാപ്പിന് ശേഷമാണ് എങ്കിൽ പോലും നമ്മള് ദിനം ഇന്ന് വെള്ളിയാഴ്ച എന്ന നിലക്ക് ലോകത്തെ എല്ലായിടത്തും ഇന്ന് വെള്ളിയാഴ്ചയായിട്ടാണ് പരിഗണിക്കപ്പെടുക. പക്ഷെ വെള്ളിയാഴ്ച വരുന്നത് പലയിടങ്ങളിലും ഏകദേശം നമ്മളെ നാട്ടിലെ വെള്ളിയാഴ്ച അതിന്റെ പകൽ സമയം പിന്നിടാനാകുമ്പോഴൊക്കെയാണ് വേറെ പല ഭാഗങ്ങളിലും വെള്ളിയാഴ്ച തുടങ്ങുന്നത്. അപ്പൊ ഈ വിധത്തിലുള്ള ഒരു ക്രമമാണ് നിലനിൽക്കുന്നത്. ഇതിന് ഈ ദിവസം മാറുന്നതിന് എവിടെ മുതലാണ് ഇതിന്റെ തുടക്കം, എവിടം വരെയാണ് ഈ ദിവസം കൗണ്ട് ചെയ്യുന്നത് എന്ന ഒരു വിഷയമുണ്ട്. അതില് ഒരു ഡേറ്റ് ലൈൻ ആശയം സ്വീകരിക്കപ്പെട്ട് അത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് ലോകത്ത്. അത് യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു സംഗതിയല്ല. ദിവസം മാറുന്ന, ഡേറ്റ് മാറുന്ന ഒരു പോയിന്റ് കണക്കാക്കിയിട്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു ദിവസമായിട്ട് എന്ന് പറഞ്ഞാൽ അവര് ഈ ഭൂമിയുടെ കറക്കനുസരിച്ച് വീണ്ടും
അവിടെ എത്തുമ്പോൾ മാത്രമാണ് അവിടെ ആ മാറ്റം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വലിയ വ്യത്യാസം ഈ ദിവസം മാറി വരുന്നതിന് ഉണ്ടാവുന്നത്, സൂര്യന്റെ ഉദയാസ്തമയങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള. അപ്പൊ ഇത് ഒരു പ്രത്യേക പോയിന്റിലാണ് അതിന് ഒരു മാനദണ്ഡമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്, ആഗോളാടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് കിഴക്ക് ഒരു അതിർത്തിയും പടിഞ്ഞാറ് ഒരു അതിർത്തിയും എന്ന നിലക്ക് ഒരു അടയാളപ്പെടുത്തല് അനിവാര്യമാണ് എന്നതാണ് വസ്തുത. അങ്ങനെ ഒരു സ്പോട്ട് നമ്മൾ അത് സങ്കല്പത്തിലാണെങ്കിൽ പോലും ഭൂമിയുടെ ഉപരിതലത്തിൽ അങ്ങനെ ഒരു ലൈന് നമ്മൾ കിഴക്കൻ അതിർത്തിയും പടിഞ്ഞാറൻ അതിർത്തിയുമായിട്ട് കാണുമ്പോഴേ ഈ ദിനരാത്രങ്ങളുടെ ഷിഫ്റ്റിനെ നമുക്ക് കൃത്യമായി ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു കലണ്ടർ സംവിധാനമൊക്കെ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ വേണ്ടെന്ന് വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ദിനരാത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ലോകത്തെല്ലായിടത്തും വെള്ളിയാഴ്ച പ്രഭാതമാവണം എന്ന് വാശി പിടിച്ചുകൊണ്ട് കാര്യമില്ല. ലോകത്ത് പലയിടങ്ങളിലും രാത്രിയുടെ തുടക്കമോ അല്ലെങ്കിൽ രാത്രി 1-2 മണിക്കൂറൊക്കെ പിന്നിട്ട അവസ്ഥയോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ നിമിഷം എല്ലായിടത്തും ലോകത്ത് വെള്ളിയാഴ്ചയുടെ തുടക്കമാണ് ആകണം എന്ന് വാശി പിടിച്ചുകൊണ്ട് കാര്യമില്ല. ഭൂമിയുടെ ഗ്ലോബൽ ഷേപ്പും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന ഒരു പ്രതിഭാസം, ആ പ്രക്രിയയും ഒക്കെ ഉള്ളതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും ഈ സമയ വ്യത്യാസം അനിവാര്യമായിട്ടും ഈ പ്രകൃതി സംവിധാനത്തില്, ഈ പ്രപഞ്ച സംവിധാനത്തിൽ ഉള്ളതാണ്. അതിന് എങ്ങനെ പ്രവർത്തനക്ഷമമാകുന്നു എന്നത് നിരീക്ഷിച്ചുകൊണ്ടാണ് ശാസ്ത്രലോകം ഒരു ഡേറ്റ് ഷിഫ്റ്റിങ്ങിന്റെ ഒരു ഇമാജിനറി ലൈൻ അവർ കണക്കാക്കിയിട്ടുള്ളത്. ഈ ഇമാജിനറി ലൈൻ കണക്കാക്കിയിട്ടുള്ളത് പ്രകൃതി വിരുദ്ധമോ ദൈവവിരുദ്ധമോ ഇസ്ലാം വിരുദ്ധമോ ഒന്നുമല്ല എന്നതാണ് വസ്തുത. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു എക്സ്ട്രീം വെസ്റ്റ് പോയിന്റ്, അതുപോലെ എക്സ്ട്രീം ഈസ്റ്റ് പോയിന്റ്, ഈ 2 പോയിന്റുകളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദിനമാറ്റം നിർണയിക്കപ്പെടുന്നത് എന്നതാണ് വസ്തുത. ഖുർആൻ അതിലേക്ക് നൽകുന്ന ഒരു സൂചനയാണ് ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ 2 യാത്രകളെ പരാമർശിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ എന്നാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊരു വസ്തുതയുണ്ട്. അത് കൂടുതൽ പ്രപഞ്ചത്തെയും അതുപോലെ സമയക്രമത്തെയും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്ന 2 ക്ലൂസ് ആയിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പൊ ഞാനത് നമ്മൾ പിന്നിട്ട പഠനം പൂർത്തിയാക്കിയ ആയത്തുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ അതൊന്ന് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകള് 92-ാമത്തെ ആയത്ത് മുതൽ 94 വരെയുള്ള ആയത്തുകളാണ്. നമുക്കത് ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സബബ, മൂന്നാമത്തെ ഒരു യാത്രയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചു തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം മറ്റൊരു യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് ഓഫ് ജേണി അദ്ദേഹം പിന്തുടർന്നു. നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള 2 യാത്രകളെ തുടർന്ന് മൂന്നാമതൊരു ദിശയിലേക്കുള്ള ഒരു യാത്രക്കുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ്സ് ഓഫ് ജേണി അദ്ദേഹം പിന്തുടർന്നുകൊണ്ട് യാത്ര പുറപ്പെട്ടു. ഇത് കുറച്ചൊരു മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ഒരു ശൈലിയിലാണ് ഈ പ്രയോഗങ്ങൾ. സുമ്മ അത്ബഅ സബബ, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സബബ് എന്ന വാക്ക് അറബിയിൽ കോസ് എന്നാണ്, അതിന്റെ ശരിക്കുള്ള കാരണം എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. അത്ബഅ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു പോയി എന്നാണ്. അപ്പോ മറ്റൊരു ദൗത്യവുമായിട്ട് ദുൽഖർനൈൻ മറ്റൊരു ദിശയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് നമുക്ക് അതിനെ ആലങ്കാരികമായിട്ട് പറയാൻ സാധിക്കും. ആ വിധത്തിലാണ് പ്രയോഗം. ബലഗ സുമ്മ അത്ബഅ സബബ,
ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ. അങ്ങനെ അദ്ദേഹം ഈ മൂന്നാമത്തെ യാത്ര നിർവഹിച്ച് മുന്നോട്ട് പോയിട്ട് അദ്ദേഹം രണ്ട് പർവ്വതങ്ങളുടെ അരികിൽ എത്തുന്നത് വരെ യാത്ര തുടർന്നു. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ. സദ് എന്ന് പറഞ്ഞാല് അതിന്റെ ഭാഷാപരമായ അർത്ഥം വലിയ തടസ്സങ്ങൾ എന്നാണ്. വലിയ പർവ്വതം, ഹിമാലയം പോലെയുള്ള പർവ്വതത്തിന് വലിയ പർവ്വത നിരകളെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകമാണ് എന്ന വിധത്തിലേ മനുഷ്യന് കാണാൻ കഴിയുള്ളൂ. അത്രയും കാര്യം അറിഞ്ഞ് അപ്പുറത്തേക്ക് എത്തുക എന്നത് വളരെ ദുർഘടമായ പ്രയാസകരമായ ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ വലിയ പർവ്വതങ്ങളുടെ അപ്പുറത്തേക്ക് മറ്റൊരു ലോകമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അങ്ങനെയുള്ള അപ്പുറവും ഇപ്പുറമുള്ള ആളുകൾക്ക് പരസ്പരം ആക്സസിബിൾ അല്ലാത്ത വിധത്തില് ഉള്ള വലിയ പർവ്വതങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം രണ്ട് വലിയ പർവ്വതങ്ങളുടെ അരികിലെത്തുകയുണ്ടായി. അപ്പോ വജര മിൻ ദൂനിഹിമ, ആ പർവ്വതങ്ങളുടെ അരികിലായിട്ട് അതിന്റെ പരിസരത്തായിട്ട് അദ്ദേഹം കണ്ടെത്തി ഖൗമൻ, ഒരു സമൂഹത്തെ, ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, ഒരു കാര്യവും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹം. അവരോട് സംസാരിച്ചാല് അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാക്കാനേ കഴിയുകയില്ല. അവർക്ക് നമ്മളെ സംസാരം മനസ്സിലാവുകയില്ല, അവര് പറയുന്നത് നമുക്കും മനസ്സിലാവുകയില്ല. എന്ന് പറഞ്ഞാൽ ദുൽഖർനൈന്റെ കാലത്ത് പരിഷ്കൃത സമൂഹമായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു വിശാലമായ ഭൂപ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സിവിലൈസ്ഡ് സൊസൈറ്റിയുമായിട്ടൊന്നും ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് അകന്ന് കഴിഞ്ഞിരുന്ന ഏതോ ഗോത്രവർഗക്കാര്, അവരുടെ ഭാഷ തന്നെ ദുൽഖർനൈനും സംഘത്തിനും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് എന്താണ് എന്നത് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള ഭാഷയായിരുന്നില്ല അവരുടെ. എന്ന് പറഞ്ഞാൽ അത്രയും അവര് സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരു സമൂഹമായിരുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ അദ്ദേഹം ഈ യാത്ര നിർവഹിച്ച് രണ്ട് പർവ്വതങ്ങളുടെ അരികിലായിട്ട് എത്തി. വജരമിന്ദൂനിഹിമ കൗമ, ആ പർവ്വതങ്ങളുടെ ആ പ്രദേശത്തായിട്ട് അതിനോടടുത്തായിട്ട് അദ്ദേഹം ഒരു സമൂഹത്തെ കണ്ടെത്തുകയുണ്ടായി. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവർക്ക് അവരുടെ ഖൗല് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല, അവരുടെ സംസാരം ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ലാത്ത ഭാഷാപരമായ അന്യത തോന്നുന്ന അല്ലെങ്കിൽ അത്തരം പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് ദുൽഖർനൈനും സംഘത്തിനും അവിടെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഈ ആളുകൾക്ക് ഏതോ വിധത്തിൽ അവരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ചു എന്ന് തന്നെയാണ് തുടർന്നുള്ള ആയത്ത് സൂചിപ്പിക്കുന്നത്. അവരുടെ സംസാരം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ദുൽഖർനൈനും സംഘത്തിനുമോ അതുപോലെ ഇവരുടെ സംസാരം വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാൻ ആ സമൂഹത്തിനോ എളുപ്പത്തിൽ സാധിച്ചിരുന്നില്ല. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായി നടന്നതായിട്ടുള്ള സൂചനയാണ് ഇവിടെ തുടർന്നുള്ള ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഖാലു, അവര് ദുൽഖർനൈന്റെ മുന്നിൽ ഒരു അഭ്യർത്ഥന വെച്ചു. അവരിങ്ങനെയാണ് ദുൽഖർനൈനോട് പറഞ്ഞത്. യാ ദുൽഖർനൈൻ, ദുൽഖർനൈനെ, ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്. യഅജൂജും മഅജൂജും നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കുന്നവരായി മാറിയിരിക്കുകയാണ്. വലിയ ശല്യക്കാരായിട്ടാണ് അവരിവിടെ, കലാപകാരികളും കുഴപ്പക്കാരുമായിട്ടാണ് അവരിവിടെ ഉള്ളത്. അതുകൊണ്ട് ഫഹൽ നജാലുലക ഖർജ, അതിനാൽ താങ്കൾക്ക് ഞങ്ങൾ കരം പിരിച്ചു തരട്ടെ. അലാ അൻ തജാല ബൈനന വബൈനഹും സദ്ദ, അവർക്കും ഞങ്ങൾക്കും ഇടയിൽ താങ്കൾ ഒരു വലിയ തടസ്സമാവുന്ന ഒരു ഭിത്തി അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാക്കി തരുന്നതിന് പകരമായിട്ട് താങ്കൾക്ക് ഞങ്ങള് കരം തന്നേക്കട്ടെ എന്നാണ് അവര് ചോദിക്കുന്നത്. ദുൽഖർനൈന്റെ മുന്നിൽ അവരൊരു ആവശ്യം ഉന്നയിക്കുകയാണ്.
അപ്പോ പല സൂചനകളും അത് നൽകുന്നുണ്ട്. ഒന്ന്, ദുൽഖർനൈൻ ഒരു ദിഗ്വിജയി എന്നുള്ള നിലക്ക് ആർക്കും അവഗണിക്കാൻ പറ്റാത്ത, എല്ലാവർക്കും പരിഗണിക്കേണ്ടി വരുന്ന, നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും ഗൗനിക്കാൻ എല്ലാവരും നിർബന്ധിക്കുന്ന വിധത്തിലുള്ള ഒരു സ്റ്റേറ്റസ്, വലിയ ഒരു പദവിയിലാണ് ദുൽഖർനൈൻ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ദിഗ്വിജയി അല്ലെങ്കിൽ വളരെ ശക്തനായ ഒരു സാമ്രാജ്യത്തിന്റെ ഉടമ, ഒരു രാജാവ്, ഒരു സൈന്യത്തലവൻ എന്നൊക്കെയുള്ള നിലക്ക് ദുൽഖർനൈൻ ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തില് ഈ സമൂഹങ്ങളുടെ മേൽ വലിയ സ്വാധീനവും അധികാരവും ഒക്കെ ഉള്ള ആള് ആയി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷെ അവര് കണ്ടെത്തിയൊരു കാര്യം, ദുൽഖർനൈൻ അവരോടൊക്കെ വളരെ വളരെ അനുഭാവപൂർവമായ, അവരുടെ ക്ഷേമത്തിൽ വലിയ താല്പര്യം കാണിക്കുന്ന ഒരാളായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. കോളനി വാഴ്ച കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സാമ്രാജ്യത്വ ശക്തികൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളും അക്രമങ്ങളും കൂട്ടക്കുരുതികളും ഒക്കെ അറിയുന്ന നമുക്ക് ദുൽഖർനൈനെ പോലെയുള്ള മനുഷ്യ സമൂഹത്തോട് വലിയ ഗുണകാംക്ഷ കാണിച്ചിരുന്ന ഒരു ദിഗ്വിജയുടെ ചിത്രം വളരെ കൗതുകകരമായ ഒരു സംഗതി തന്നെയായിരിക്കും. എന്നായാലും ദുൽഖർനൈൻ ഈ വലിയ രണ്ട് പർവ്വതങ്ങളുടെ പരിസരത്ത് എത്തിയപ്പോ അവിടെ താമസിച്ചിരുന്ന ഒരു അപരിഷ്കൃത സമൂഹം, അവരുടെ ഭാഷ വളരെ അന്യമാണ്, സംസ്കാരവും ജീവിത രീതികളും ഒക്കെ വളരെ അന്യമാണ്. ആ സമൂഹം നേരിട്ടിരുന്ന ഒരു പ്രശ്നം, ആ നാട്, ആ ഭൂപ്രദേശം രാഷ്ട്രീയമായി നിയന്ത്രിക്കാൻ രംഗത്ത് വന്നിട്ടുള്ള ദുൽഖർനൈൻ എന്ന ദിഗ്വിജയുടെ മുന്നിൽ അവർ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളൊരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് യജൂജ് മഅജൂജ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സമൂഹം. അവർ വലിയ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ നാട്ടിൽ. ഇതാണ് അവർ പറയുന്നത്. ഈ രണ്ട് പർവ്വതങ്ങളുടെ അപ്പുറത്തായിട്ടാണ് അവർ താമസിക്കുന്നത്. പക്ഷെ ഈ പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവിലൂടെ അവരിടക്ക് ഞങ്ങളെ നാട്ടിലേക്ക് ഇടിച്ചു കയറി വരും. ഇവിടെ സർവ്വവിധ വിനാശങ്ങളും വിതച്ചുകൊണ്ടാണ് അവര് പിൻവാങ്ങുക. ഇതാണ് അവർ സൂചിപ്പിക്കുന്ന കാര്യം. യജൂജ് മഅജൂജ് എന്ന പേരിൽ ഉള്ള ഒരു സമൂഹം, ഇംഗ്ലീഷിൽ ഗോഗ് ആൻഡ് മെഗോഗ് എന്നാണ് ഇതിനെ പരാമർശിച്ച് കാണുന്നത്. ബൈബിളിലെ ചില സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ സമൂഹം ഗോഗ് ആൻഡ് മെഗോഗ് എന്നുള്ള സമൂഹം നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രളയത്തെ അതിജീവിച്ച മക്കളിൽ ഒരാളുടെ പിന്മുറക്കാരായിട്ട് രംഗത്ത് വന്ന ഒരു സമൂഹമാണ് എന്നാണ്. അങ്ങനെയുള്ള ഒരു പരാമർശം ബൈബിളിന്റെ ചില ഭാഗങ്ങളിൽ കാണാം. അപ്പൊ അങ്ങനെ ഒരു സമൂഹമാണ് ഇവിടെ യജൂജ് മഅജൂജ് ആയിട്ട് അറിയപ്പെടുന്നത്. ദുൽഖർനൈൻ എത്തിച്ചേർന്നിട്ടുള്ള ഈ രണ്ട് പർവ്വതങ്ങളുടെയും പരിസരത്ത് താമസിക്കുന്ന ആളുകളാണ് ദുൽഖർനൈനോട് പരാതി ബോധിപ്പിക്കുന്നത്. ഞങ്ങൾ നിരന്തരമായി ഈ സമൂഹത്തിൽ നിന്ന്, ഗോഗ് ആൻഡ് മെഗോഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. നാട്ടിൽ വലിയ ഫസാദ്, വലിയ കുഴപ്പമുണ്ടാക്കുകയാണ് അവര് കടന്നു വന്ന് വലിയ കൊള്ളക്കാരും അതുപോലെ കൊള്ളിവെപ്പുകാരും ഒക്കെ ആയിട്ടാണ് വലിയ കുഴപ്പങ്ങൾ നാട്ടിൽ അവര് അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപിടിച്ചു വരുന്ന ഘട്ടത്തിൽ തന്നെ ഇവരുടെ ദ്രോഹം ഉണ്ടാവുകയും ഇവരുടെ ആക്രമണം ഉണ്ടാവുകയും ഞങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിലാവുകയൊക്കെ ചെയ്യുകയാണ്. ഈ ഗോഗ് ആൻഡ് മെഗോഗ് കാരണമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റിൽഡ് ലൈഫ് സാധിക്കുന്നില്ല. വീട്, കൃഷി അതുപോലെയുള്ള സംരംഭങ്ങളൊന്നും നമുക്ക്
ആശ്രയിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലാതായിരിക്കുകയാണ്. കാരണം എന്ത് നമ്മൾ ചെയ്ത് ഒരു പ്രതീക്ഷയോടുകൂടി അത് വികസിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോഴേക്കും ഈ ദ്രോഹികളായ ഗോഗ് ആൻഡ് മെഗോഗ് സമൂഹം നമ്മുടെ അടുക്കലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന് അവരെല്ലാം നശിപ്പിക്കുകയാണ്. ഇതാണ് യജൂജ് ഗോഗ് ആൻഡ് മെഗോഗ് സമൂഹത്തെ കുറിച്ച്, യജൂജ് മൗജൂജ് വിഭാഗത്തെ കുറിച്ച് ഈ പർവ്വതങ്ങളുടെ അരികിൽ താമസിച്ചിരുന്ന ആളുകള് ദുൽഖർനൈനോട് പരാതിയായിട്ട് ബോധിപ്പിക്കുന്നത്. അപ്പൊ ഈ യജൂജ് മൗജൂജ് വിഭാഗത്തെ കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആയത്തിന്റെ വിശദീകരണം പൂർത്തിയാക്കാം. അപ്പൊ ഇവർ ആവശ്യപ്പെടുന്ന കാര്യം, അപ്പൊ ഈ പരാതിയായിട്ട് വരുന്ന ആളുകളുടെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവര് ഒരു അപരിഷ്കൃത സമൂഹമാണ്. അവരങ്ങനെ ആർക്കും ദ്രോഹം ചെയ്യുന്ന ആളുകളൊന്നുമല്ല, കുഴപ്പക്കാരല്ല. അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവരുടെ സംസ്കാരം വളരെ വിഭിന്നമാണ്. അവരോട് സംസാരിച്ചാൽ തന്നെ ഒരു കാര്യം അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ. എന്നാൽ അവർ വന്ന് പറഞ്ഞിരിക്കുന്ന പരാതി ഈ ഗോഗ് ആൻഡ് മെഗോഗ് സമൂഹം അവരുടെ നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങളെ കുറിച്ചാണ്. നാട്ടിൽ വലിയ കുഴപ്പവും കലാപവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണ് അവരെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടാൻ ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പരിഹാരവും അവരെന്ന് പറയുന്നുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ ദുൽഖർനൈൻ സന്നദ്ധനാവുക മാത്രമേ വേണ്ടതുള്ളൂ. അപ്പോ ഇവരോട് ഇവർ പറയുന്ന കാര്യം ഫഹൽ നജാലുലക ഖർജ, വെറുതെ ചെയ്യണമെന്നല്ല പറയുന്നത്. ഇപ്പോ ദിഗ്വിജയം നടത്തി മുന്നേറി അവരുടെ നാട്ടിലെത്തിയിട്ടുള്ള ഈ സൈനിക മേധാവിയോടായിട്ട് അവർ പറയുന്നത്, ഞങ്ങള് താങ്കൾക്ക് നികുതി തന്നേക്കാം. ഖർജ് എന്ന് പറഞ്ഞ നികുതിയാണ്. ഞങ്ങള് വളരെ വ്യവസ്ഥാപിതമായ ഒരു നികുതി താങ്കൾക്ക് തരുന്ന ഒരു സംവിധാനം നടപ്പിലാക്കാം. ഹൽ നജാലുലക ഖർജ, ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ഖർജ് താങ്കൾക്കായിട്ട് ഞങ്ങള് ഒരുക്കി തരാം. അലാ അൻ തജഅല ബൈനനാ വ ബൈനഹും സദ്ദ, ഞങ്ങൾക്കും അവർക്കും ഇടയിൽ താങ്കൾ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കി തരണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അത് വെറുതെ ചെയ്തു തരണ്ട, അത് ചെയ്ത് തരുന്നതിന് ഞങ്ങള് നികുതി പിരിച്ചു തരും. ഇങ്ങനെയാണ് ആ സമൂഹം പറയുന്നത്. ഞങ്ങള് എല്ലാവരിൽ നിന്നും നികുതി വിഹിതം ഈടാക്കിയിട്ട് താങ്കൾക്ക് പിരിച്ചു തരാം. താങ്കൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരണം. ഈ രണ്ട് പർവ്വതങ്ങളുണ്ടല്ലോ, ഈ പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവിലൂടെയാണ് അവര് ഞങ്ങളെ നാട്ടിലേക്ക് ഇടിച്ചു കയറി വരാറുള്ളത്. അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്ത വിധത്തില് ഈ പർവ്വതങ്ങൾക്കിടയിലുള്ള ആ പാസേജ് അടച്ചു കളയുന്ന വിധത്തില് അവിടെ വളരെ ശക്തമായ ഒരു ഭിത്തി ഉണ്ടാക്കിയിട്ട് അത് ഒറ്റ പർവ്വതമാക്കി മാറ്റണം. ഇപ്പൊ രണ്ട് പർവ്വതങ്ങളും അവയ്ക്കിടയിലുള്ള ഒരു മൗണ്ടൻ പാസുമാണുള്ളത്. ഒരു പർവ്വതങ്ങൾക്കിടയിലൂടെ കടന്നു പോകാൻ മനുഷ്യർക്ക് വലിയ സംഘങ്ങളായിട്ട് തന്നെ കടന്നു പോകാൻ പറ്റുന്ന ഒരു വലിയ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് ഒന്ന് ഞങ്ങൾക്കായിട്ട് താങ്കളുടെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊന്ന് അടച്ചു തരണം. ഇത് പറയുമ്പോൾ മറ്റൊരു സൂചന കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാര് സാങ്കേതിക വിദ്യാപരമായിട്ട് വളരെ പുറകിലായിരുന്നു എന്നതും ദുൽഖർനൈൻ ഇക്കാര്യത്തില് വളരെ വിസ്മയകരമായ വിധത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഒരു കഴിവും അത്തരം പ്രാപ്തിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗവുമായിരുന്നു എന്നതാണ്, അല്ലെങ്കിൽ ദുൽഖർനൈന്റെ ആളുകൾ, ആ സമൂഹം ആ വിധത്തിലുള്ള സാങ്കേതികമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുള്ളവരായിരുന്നു എന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്. ഏകദേശം നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു കാര്യം, ബ്രിട്ടീഷ് അധിനിവേശം ഇന്ത്യയിൽ നടന്ന ഘട്ടത്തിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ ചെയ്യുന്ന പല സംഗതികളും ഭയങ്കര കൗതുകമുള്ള ഉളവാക്കിയിരുന്ന കാര്യമായിരുന്നു.
വലിയ റോഡുകള്, അതുപോലെ റെയിൽവേ, അതുപോലെ നദികൾ മുറിച്ച് കൊണ്ടുള്ള മുറിച്ചു പോകുന്ന വിധത്തിലുള്ള റെയിൽ പാലങ്ങള്, അങ്ങനെയുള്ള പല സംഗതികളും ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഭയങ്കര അസാധാരണമായ സാങ്കേതിക മികവ് ഉണ്ടായിരുന്ന ഒരു കൂട്ടരായിട്ടാണ് ഇന്ത്യയിലെ തദ്ദേശീയരായ ആളുകള് ഈ ബ്രിട്ടീഷ് സമൂഹത്തെ, ഇന്ത്യയിലേക്ക് അധിനിവേശത്തിനായി എത്തിയ ബ്രിട്ടീഷ് സമൂഹത്തെ നോക്കിക്കണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ കീഴ്പ്പെടുത്താനും അടിമകളാക്കി മാറ്റാനും ഒക്കെ ഇംഗ്ലീഷുകാർക്ക് സാധിച്ചതിന്റെ ഒരു കാരണങ്ങളിൽ, പല കാരണങ്ങളിൽ ഒന്ന് അവർക്കുണ്ടായിരുന്ന ഈ സാങ്കേതിക മികവ് ആയിരുന്നു എന്നത് കാണാൻ കഴിയും. ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ലൈൻ ഉള്ളത് ഇന്ത്യയിലാണ്. അതൊക്കെ ഇവിടെ നടപ്പിലാക്കുന്നത് ബ്രിട്ടീഷ് അധിനിവേശകരായിരുന്നു എന്നതാണ് വസ്തുത. ഇവിടെ ദുൽഖർനൈന്റെ കാര്യത്തില് ഈ ബ്രിട്ടീഷ് അധിനിവേശകരുടെ സ്വഭാവമോ രീതിയോ ഒന്നും അല്ല ഉണ്ടായിരുന്നു. അദ്ദേഹം ചെന്നെത്തിയ പ്രദേശങ്ങളിലെ സമൂഹങ്ങളോട് വളരെ അനുഭവപൂർവമായ, അവർക്ക് ഏറ്റവും ക്ഷേമകരമായ പല സംഗതികൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് നടപ്പിലാക്കിയ ഒരു ജേതാവും ഒരു സൈനിക മേധാവിയും ഒക്കെയായിരുന്നു ദുൽഖർനൈൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം, ഈ പർവ്വതങ്ങളുടെ അപ്പുറത്തായിട്ട് വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ പേര് യജൂജ് മജൂജ് എന്നാണ്. അവർ ഈ പർവ്വതങ്ങൾക്കിടയിലെ വിടവിലൂടെ ഇടയ്ക്ക് ഞങ്ങളെ നാട്ടിലേക്ക് ഇങ്ങ് പാഞ്ഞു കയറി വരും. എന്നിട്ട് ഇവിടെ സകലവിധ ഫസാദ് ഉണ്ടാക്കിയിട്ടാണ് അവർ പോവുക. ഇത് കാരണമായി ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദുൽഖർനൈന്റെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവ് ഒന്ന് നികത്തി പൂർണ്ണമായി അതേ വലിപ്പത്തിലുള്ള ഒരു ഭിത്തിയാക്കി മാറ്റി തരണം. അതിനെ മറികടന്ന് കവച്ചു വെച്ച് ചാടിക്കടന്നു വരാൻ ഈ യജൂജ് മജൂജ് സമൂഹങ്ങൾക്ക് സാധിക്കരുത്. ആ വിധത്തിലുള്ള ഒരു ഭിത്തി നിർമ്മിച്ച് ഞങ്ങളെ സുരക്ഷിതരാക്കണം എന്നതാണ് അവരാവശ്യപ്പെടുന്നത്. അത് വെറുതെ ചെയ്തു തരണം എന്നില്ല, ഞങ്ങള് അതിന് നികുതി പിരിച്ചു തരാം എന്നാണ് ദുൽഖർനൈനോട് അവരാ ഘട്ടത്തില് പറയുന്നത്. അൻതജാല ബൈനന വ ബൈനഹും സദ്ദ. ഇവിടെ വീണ്ടും ആ സദ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ സദ്ദയിൽ രണ്ട് സദ്ദുകൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് അടിസ്ഥാനപരമായി ആ പദത്തിന്റെ അർത്ഥം പർവ്വതം എന്നല്ല, വലിയ മാർഗതടസ്സമായി നിൽക്കുന്ന വലിയൊരു ബാരിയർ ആയിട്ടുള്ള ഒരു പ്രതിഭാസം. അത് പർവ്വതവുമാകാം, പർവ്വതം പോലെ തന്നെ മനുഷ്യർക്ക് എളുപ്പം ചാടിക്കടന്നെത്താൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ തടസ്സവുമാവാം. അപ്പൊ അങ്ങനെ ഒരു തടസ്സം ഈ രണ്ട് പർവ്വതങ്ങൾക്കും ഇടയിലായിട്ട് താങ്കൾ ഞങ്ങൾക്കായി നിർമ്മിച്ചു തരണം, അതിന് ഞങ്ങൾ നികുതി കൊടുക്കാനും സന്നദ്ധരാണ് എന്നാണ് ഈ കൂട്ടര് ദുൽഖർനൈനോട് പറയുന്നത്. അതിന് ദുൽഖർനൈൻ നൽകുന്ന മറുപടി തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് ആയത്തുകൾ പഠിക്കുന്ന ഘട്ടത്തിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു വിഭാഗം യജൂജ് മജൂജ്, പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരാമർശിക്കുന്ന ഈ വിഭാഗം ഖുർആനില് രണ്ടിടത്താണ് ഈ സമൂഹത്തെ പരാമർശിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ഒന്ന് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത്, രണ്ടാമത്തത് സൂറത്തുൽ അംബിയായില് 96-ാമത്തെ ആയത്തിൽ. അത് വളരെ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് സൂറത്തുൽ കഹ്ഫിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ ഈ അവസാന കാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആഖിറു സമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരായത്താണ് സൂറത്തുൽ അംബിയായില് ഈ യജൂജ് മജൂജിനെ പരാമർശിച്ചുകൊണ്ട് വരുന്നത്. വഹറാമന അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ അന്നഹും ലാ യർജിഊൻ ഹത്താ ഇദാ ഫുതിഹത് യജൂജു വമഅജൂജു
വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ എന്നാണ് ഇവിടെ ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്ന 95-96 ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യം. അപ്പോ ഒരു നാടിനെ പരാമർശിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. ആ നാടിന് നാട്ടുകാർക്ക് ആ നാട് നിഷിദ്ധമാണ്, നാം അവരെ നശിപ്പിച്ചിരിക്കുന്നു, അവർക്ക് അങ്ങോട്ട് തിരികെ പോകാൻ സാധ്യമല്ല. യഅ്ജൂജ് മഅ്ജൂജ് തുറന്നു വിടപ്പെടുന്നത് വരെ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ അങ്ങനെ അവര് തുറന്നു വിടപ്പെടുമ്പോ എല്ലാ കുന്നുകളുടെ മുകളിൽ നിന്നുമായിട്ട് അവരങ്ങനെ ഇറങ്ങി വരും എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ഒരുപാട് ചരിത്ര ഗവേഷണം ചെയ്തുകൊണ്ടും സമീപകാലത്തെ സംഭവ വികാസങ്ങളെ പരാമർശിച്ചുകൊണ്ടും മാത്രമേ ഈ ആയത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നാടിനെ പരാമർശിക്കുകയാണ് ഇവിടെ. ആധുനിക വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന, ബൈത്തുൽ മുഖദ്ദിസ് നിലകൊള്ളുന്ന ജെറുസലേം പ്രദേശം, ഫലസ്തീൻ പ്രദേശത്തെയാണ്. അവിടെ നിന്ന് യഹൂദർ കുടിയിറക്കപ്പെട്ടതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. യഹൂദർക്ക് അങ്ങോട്ട് തിരികെ പോകാൻ സാധ്യമല്ല, ആ നാട് അവർക്ക് നിഷിദ്ധമാണ്. ദീർഘമായ ഒരു കാലം അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവർ തടയപ്പെട്ടവരായിരിക്കും. പിന്നീട് അവർക്കത് സാധിക്കുക യഅ്ജൂജ് മഅ്ജൂജ് എന്ന വിഭാഗങ്ങള് തുറന്നു വിടപ്പെടുന്നത് അതിനെ തുടർന്നാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഹത്താ ഫുതിഹത്ത് യഅ്ജൂജ് വമഅ്ജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അങ്ങനെ യഅ്ജൂജ് മഅ്ജൂജ് വിഭാഗങ്ങൾ തുറന്നിടപ്പെടുമ്പോൾ അങ്ങനെ അവര് എല്ലാ ഉയർന്ന പ്രദേശങ്ങളിലുമായിട്ട് പുറപ്പെട്ടു വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ ആ നാട്ടിലേക്ക് തിരികെ എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർക്ക് ഒരിക്കലും തന്നെ ആ നാട്ടിലേക്ക് വരാൻ കഴിയുകയില്ല. ആ നാട് അവർക്ക് നിഷിദ്ധമാണ്. അവരെ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവരവിടുന്ന് പുറത്താക്കപ്പെട്ടു, പലരും കൊല്ലപ്പെട്ടു. അവരുടെ ദീർഘകാലം തങ്ങളുടെ ആ ഭൂപ്രദേശത്തേക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ അവര് തടയപ്പെട്ടവരായിരിക്കും. പക്ഷേ യഅ്ജൂജ് മഅ്ജൂജ് റിലീസ് ചെയ്യപ്പെടുന്നതിനെ തുടർന്ന് അതുവരെ അവർക്ക് സാധ്യമല്ല. അതിനെ തുടർന്ന് മാത്രമേ അവർക്ക് അത് സാധിക്കുകയുള്ളൂ എന്നൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. അപ്പോ ഇവിടെ ദുൽഖർനൈൻ നിർവഹിക്കാൻ പോകുന്ന ഒരു ദൗത്യം, ഈ നാട്ടിലെ ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം യഅ്ജൂജ് മഅ്ജൂജ് വിഭാഗത്തെ തടഞ്ഞു നിർത്തുക എന്നതാണ്. ആ പർവ്വതങ്ങൾക്കിടയിൽ ഒരു ഭിത്തി കെട്ടിയിട്ട് ആ വിടവില്ലാതെ ആക്കി യഅ്ജൂജ് മഅ്ജൂജ് വിഭാഗത്തിന് പർവ്വതങ്ങളുടെ ഇപ്പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുക എന്നതാണ് ഇവിടെ ദുൽഖർനൈൻ ചെയ്യാൻ പോകുന്ന കാര്യം. സൂറത്തുൽ അംബിയായിൽ പരാമർശിക്കുന്ന കാര്യം, ആ ഭിത്തി കെട്ടി അവരെ തടഞ്ഞു നിർത്തിയിട്ടുള്ള ആ തടസ്സം അവർക്ക് നീങ്ങി കിട്ടുകയും യഅ്ജൂജ് മഅ്ജൂജിന് ലോകമെമ്പാടുമായിട്ട് വിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ അവര് ഫ്രീ ആക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ സൂറത്തുൽ അംബിയായിൽ പറയുന്നത്. അപ്പൊ ചരിത്രപരമായിട്ട് അതിനെ വിലയിരുത്തുമ്പോ ദുൽഖർനൈന്റെ കാലത്ത് യഅ്ജൂജ് മഅ്ജൂജിനെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടി സ്വീകരിച്ച നടപടികൾ ചെയ്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ തന്നെ പിന്നിട്ടതിന് ശേഷമാണ് ഈ ഗോഗ് ആൻഡ് മഗോഗ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത്തരം തടസ്സങ്ങൾ, അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരുന്ന തടസ്സങ്ങളൊക്കെ തട്ടിമാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ അവർ അനുഭവപ്പെടാത്ത വിധത്തില് അവർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമായി നീങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത്. അതും ഈ ജെറുസലേം പ്രദേശത്തിന്റെ
ഫ്യൂച്ചറും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നാണ് നമുക്ക് ഈ ആയത്തുകളുടെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തുടർന്നുള്ള സെഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.